ശരി, ശ്രീ ദാമോദർ പ്രസാദ്, ഇന്നലെ ഡോക്ടർ തോമസ് ഐസക് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിരുന്നു. അത് അദ്ദേഹം CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു ബുദ്ധിജീവി കൂടിയാണ്, സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പറയുന്ന രണ്ട് ചോദ്യങ്ങളുണ്ട്, അദ്ദേഹത്തിൻ്റെ ഉന്നയിക്കുന്ന രണ്ട് ചോദ്യങ്ങളിൽ ഒന്ന്, ഇടത് ഹിന്ദുത്വ എന്ന ആഖ്യാനത്തിൽ ആരെങ്കിലും വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കേണ്ടതെന്ന് അദ്ദേഹം ചോദിക്കുന്നു. മറ്റൊന്ന്, ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരം എന്ന പ്രതിപക്ഷാഖ്യാനത്തിൽ ജനം വീണുപോയോ എങ്കിൽ അവിടെ നമുക്ക് വീഴ്ചയുണ്ടോ? ഈ രണ്ട് കാര്യങ്ങൾ റെലവൻ്റ് ആണ്. അദ്ദേഹം ചോദിക്കുന്നതുകൊണ്ട് മാത്രമല്ല, അതൊരു ഒരു പോപ്പുലർ ആഖ്യാനം കൂടിയാണ് ഈ രണ്ട് കാര്യങ്ങളും. അപ്പോൾ അത് രണ്ടും തള്ളിക്കളയുകയാണ്. ഭരണവിരുദ്ധ വികാരമില്ല, ശബരിമല ബാധിച്ചിട്ടില്ല, വെള്ളാപ്പള്ളി നടേശനില്ല, ഇടത് ഹിന്ദുത്വ എന്ന പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടാനുണ്ടായ സാഹചര്യങ്ങളില്ല, ഒന്നുമില്ല. ഇതൊരു തരം ഒട്ടകപക്ഷി നയമായി തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് വിധി വന്നു, അതിനുശേഷം ഒരു ദിവസമായപ്പോൾ അതിൻ്റെ വിശകലനം കിടക്കാണ്. കണക്കിലെ ആശ്വാസം കണ്ടെത്താം. കാര്യം നമ്മുടെ പാർലമെൻറ്റ് അധികാരമാണല്ലോ. അപ്പോൾ പാർലമെൻറ്റ് കയ്യിൽ കണക്ക് എന്ന് പറയുന്നത് സംബന്ധിച്ചോളം വോട്ട് ഷെയർ എത്ര കിട്ടിയെന്നൊക്കെ നോക്കുന്നത് സംഘടനാപരമായിട്ട് നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പാർലമെൻറ്റ് അധികാരം എന്ന് പറയുന്നത് ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് എന്നാണ്. അപ്പോൾ അതാണ് അധികാരം നിലനിർത്തുന്ന, അധികാരത്തിൽ വരിക എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഉദ്ദേശം. സംഘടനാപരമായിട്ടുള്ള അത് അതിജീവനം, പിന്നീട് അധികാരത്തിൽ നിന്ന് എത്ര അകന്നു പോകുന്നു അനുസരിച്ച് സംഘടന ദുർബലപ്പെടുകയും ചെയ്യും. അത് വേറൊരു ഒരു കഥയാണ്. പക്ഷേ അവിടെ എന്നോട് അജിംസ് ചോദിച്ച ചോദ്യം, പ്രധാനപ്പെട്ട ചോദ്യം, തോമസ് ഐസക്കിൻ്റെ പോസ്റ്റ് ഞാനും വായിച്ചിരുന്നു. ആ പോസ്റ്റ് ഇടത് ഹിന്ദുത്വം എന്നുള്ളത് ആരാണ് ഫ്രെയിം ചെയ്ത് എനിക്കറിയില്ല. പക്ഷേ അത് വ്യാപകമായി ചർച്ച ചെയ്യുന്നു. CPM-ൻ്റെ ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്ന് വന്നായിരിക്കില്ല. പക്ഷേ ഇന്നിപ്പോൾ CPM പ്രവർത്തിക്കുന്ന ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്ന് മാത്രമല്ല, CPM-ന് ധാരാളമായിട്ടുള്ള സോഷ്യൽ മീഡിയ ഉണ്ട്. കാര്യം പലപ്പോഴും CPM തള്ളിപ്പറയും, CPM ഔദ്യോഗിക നേതൃത്വം തള്ളിപ്പറയും സോഷ്യൽ മീഡിയയെ. അതേസമയം സോഷ്യൽ മീഡിയ ഒരുപാട് ന്യായീകരണ തൊഴിലാളികളുണ്ട്. ഈ ആശാ വർക്കർ സമരം ഇത്രമാത്രം സമൂഹത്തിൽ CPM-ന് അവമതിപ്പ് ഉണ്ടാക്കാൻ പ്രധാനപ്പെട്ട കാര്യം CPM നേതാക്കളുടെ, CT നേതാക്കളുടെ വളരെ മോശപ്പെട്ട സംസാരത്തിനൊപ്പം തന്നെ ഈ സാമൂഹ്യം ഇതിൽ സ്വയം സെൽഫ് സ്റ്റൈൽ എന്ന് വിളിക്കും, സ്വയം പാർട്ടി ന്യായീകരണ തൊഴിലാളി വന്ന് ഇറങ്ങിയ ആൾക്കാർ കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒരു ആഖ്യാനം ഈ തരത്തിലൊരു സാധനം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് CPM ഉത്തരവാദിത്വം പറയേണ്ടി വരും. കാര്യം എന്താ പറയുക, ഔദ്യോഗികമായി ചെയ്തില്ലെങ്കിൽ അവരിനെ തള്ളിപ്പറ തിരുത്താതെ തയ്യാറാണ്. അപ്പോൾ എന്തായിരുന്നു ഇടത് ഹിന്ദുത്വം എന്ന് പറയുന്ന ആശയത്തിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയമാണ്. അതായത് ഈ പാർലമെൻറ്റിന് ശേഷം ഈ പാലസ്റ്റീൻ തുടങ്ങിയ ഐക്യദാർഢ്യം അത് CPM-നെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു അന്തർദേശീയ നിലപാടിൻ്റെ ഭാഗമാണ്, സർവ്വദേശീയ നിലപാടിൻ്റെ ഭാഗം. അതിലൊന്നും ഒരു സംശയം എനിക്കില്ല, ഒരാൾക്കുണ്ടാവാൻ വഴിയില്ല. അത് കോൺഗ്രസ് നിലപാടിൻ്റെ ഭാഗമാണ്, സർവ്വദേശീയ നിലപാട്. ആ കാര്യത്തിൽ തോമസ് ഐസക്കിന് ഒരു പിശക് പറ്റുന്നുണ്ട്. തോമസ് ഐസക്ക് ഈ ഫലസ്തീൻ ഐക്യദാർഢ്യത്തെ കാണുന്നത് ഒരു ന്യൂനപക്ഷ സംരക്ഷണ പരിപാടിയായിട്ടാണ്. CPM-ന്റെ രേഖകളിൽ അതൊരു കൊളോണിയൽ പ്രശ്നമാണ്. അതാണ് ഞാൻ പറയാൻ വന്ന ജെയിംസ്. അപ്പോൾ അതിൻ്റെ അകത്ത് CPM-നെ സംബന്ധിച്ച് ഒരു അപ്പോൾ അവിടെയാണ് ഐസക്കിൻ്റെ ആ പോസ്റ്റിനകത്ത് ഏറ്റവും പാളിച്ചത്. അപ്പോൾ ഐസക്കിൻ്റെ അതിന്ന് എന്താ പറയുക, ഈ സ്പ്ലിറ്റ് ഓഫ് ദ ടങ് പോലെ ഐസക്കിന് വന്ന സംഭവമാണ്. കാര്യം അതൊരു ന്യൂനപക്ഷ കാര്യം. പാലസ്റ്റീൻ സംഭവം ഒരു മുസ്ലിം പരിപാടിയല്ല. ഒരു കാരണവശാലും പാലസ്റ്റീൻ വിമോചന പ്രസ്ഥാനം എന്നൊരു മുസ്ലിം വിമോചന പ്രസ്ഥാനം അല്ലെങ്കിൽ മുസ്ലിം ഇസ്ലാമായി ബന്ധപ്പെട്ട് മാത്രം നിൽക്കുന്നതല്ല, എല്ലാവർക്കും അറിയാം. അവിടെ മുസ്ലിം ജനസംഖ്യ വളരെ കൂടുതലാണ്, അത് വാസ്തവമാണ്. അതുമായി ബന്ധപ്പെട്ട് അതിൻ്റേതായ രാഷ്ട്രീയം ഹമാസിൻ്റെ പൊളിറ്റിക്സിനുണ്ട്. പക്ഷേ അത് മാത്രമല്ല, CPM സാർവദേശീയമായിട്ട് ആൻറ്റി ഇമ്പീരിയലിസ്റ്റ് സാമ്രാജ്യത്വ വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് പാലസ്തീനായിട്ട് ഇന്ന് ഇത് കോൺഗ്രസ് നിലപാടാണ് വളരെ കാലങ്ങൾക്ക് മുമ്പ്. ഇത് ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി നിന്നിരുന്ന സെക്യുലർ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടാണ്. അപ്പോൾ ആ നിലപാടിൻ്റെ ഭാഗമായിട്ടല്ലാണ്ടൊക്കെ അപ്പോൾ ഇവർ മലബാർ കേന്ദ്രീകരിച്ചതിന് ഇത് പൂച്ച പുറത്താണെന്ന് ഐസക് പറയാണ്. അതിനും അനുബന്ധമായിട്ടാണ് നമ്മൾ ഈ കാര്യം പറഞ്ഞത്. ഇടത് ഹിന്ദുത്വം എങ്ങനെയാണ് ഇടത്? അപ്പോൾ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുത്ത ശേഷം, പാർലമെൻറ്റിലെ വലിയ പരാജയത്തിന് ശേഷം ഈ കേരളത്തിലുണ്ടായ ചർച്ചയിൽ തുടക്കം കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ്. CPM അല്ല, വെള്ളാപ്പള്ളി നടേശനാണ്. ഈ വെള്ളാപ്പള്ളി നടേശനെ ബന്ധപ്പെട്ട് നമ്മൾ ഓവർ റേറ്റ് ചെയ്യുന്നൊരു ചർച്ച ഇപ്പോൾ നടക്കുന്നത്. കാര്യം വെള്ളാപ്പള്ളി നടേശനും മാത്രം സൗമാനമുള്ള സാമുദായിക സംഘടനകൾ ചരിത്രപരമായിട്ട് അവർ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ വലിയ ഭാഗമാണെങ്കിലും അതിൻ്റെ ദൗത്യം നിർവഹിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യം മനസ്സിലാക്കണം. കാര്യം ഇന്ന് അവർ നിലനിൽക്കുന്ന മറ്റെന്തൊക്കെയോ അവരുടെ കുടുംബപരമായിട്ട് നിലനിൽപ്പിൻ്റെ ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന രാഷ്ട്രീയ സംഘടനകളാണത്. അതിന് ചരിത്രപരമായ ഒരു ദൗത്യം നിർവഹിക്കാനില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. കാര്യം നമ്മൾ കാണുന്ന ആചാര സംരക്ഷണം തുടർന്നുള്ള അവരുടെ നിലപാടുകൾ ഓരോന്നും സാമൂഹ്യ വിരുദ്ധ നിലപാടുകളിൽ പോയും അതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. അത് നമ്മൾ വിശദമായിട്ട് ആലോചിക്കണം, അത്ര സംഘടനകൾക്ക് എന്ത് സാമൂഹ്യ പ്രസക്തി ഇനിയുള്ളതെന്നുള്ളത്. പ്രധാനപ്പെട്ട കാര്യം വെള്ളാപ്പള്ളി നമ്മൾ ഓവർ റേറ്റ് ചെയ്ത് പറയുന്നത് വെള്ളാപ്പള്ളി പക്ഷേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് മലപ്പുറത്ത് വന്നു വരികയും മലപ്പുറത്തെ വിദ്വേഷകരമായ പ്രസ്താവന നടത്തുകയും ഇത് ആവർത്തിക്കുകയും ചെയ്തു. മാധ്യമങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ ശ്രദ്ധ വെള്ളാപ്പള്ളി കൊടുത്തു എന്നൊരു വസ്തുതയും കൂടിയുണ്ട്. കാര്യം ഇതൊക്കെ അവഗണിക്കപ്പെട്ട് ചിലപ്പോൾ അദ്ദേഹം ഇനി പറച്ചിൽ നിർത്തും. കാര്യം ഓരോ തവണയുള്ള വായിൽ കൊണ്ട് വെച്ചിരിക്കുക ഇത് പറയാൻ കേൾക്കാൻ വേണ്ടിയിട്ട്. അതന്നെ ഒരു തെറ്റായ സമീപനം മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. അങ്ങനെ ഇത് പറഞ്ഞ സമയത്ത് തിരുത്തേണ്ടത് രണ്ടാൾക്കാരാണ്. സ്വാഭാവികമായിട്ടും BJPയുടെ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം പറയാം. തിരുത്തേണ്ടതിന് ഉത്തരവാദിത്തം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കുണ്ട്, CPM-നും ഉണ്ട്. ഇവിടെ കോൺഗ്രസ് പാർട്ടി അവരായിട്ട് സഖ്യത്തിൽ പോവാതെ ഒരു അകലത്ത് മാത്രമല്ല, കോൺഗ്രസ് നേതൃത്വത്തെക്കുറിച്ച് നിരന്തരമായിട്ട് ആക്ഷേപം ഉന്നയിക്കുന്നു. കോൺഗ്രസിന് അവരോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം. പക്ഷേ CPM നേതൃത്വം എന്താണ് ചെയ്തത്? പ്രത്യേകിച്ച് സാക്ഷാൽ പിണറായി വിജയൻ എന്താണ് ചെയ്തത്? പലപ്പോഴും വെള്ളാപ്പള്ളിയെ സ്വന്തം സുഹൃത്തിനേക്ക് തൻ്റെ അതേ ഒക്കച്ചങ്ങാതെ, അദ്ദേഹത്തിൻ്റെ മകൾ ഒക്കച്ചങ്ങാതെ പോലെ കൊണ്ടു നടക്കുകയാണ്.
ഔദ്യോഗികമായിട്ട് ബഹുമാനോട് KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞത് തിരുത്തൊക്കെ പറഞ്ഞു. പക്ഷേ തിരുത്ത് പറയുമ്പോഴെന്താണ്, തിരുത്തിന് വ്യക്തത വരുത്തണം. വ്യക്തത ഈ തൊഗാഡിയ എന്ന് പറഞ്ഞ അതേപോലെ തന്നെ സരസ്വതി തൊഗാഡിയ എന്ന് പറഞ്ഞാൽ അവനെ സരസ്വതി വിലാസം എന്നല്ലേ പറഞ്ഞത്, നമ്മുടെ മുമ്പിൽ തെളിവല്ലേ, ഇത് ആരും വെറുതെ പറഞ്ഞാണ്. അപ്പോൾ ഇത് വ്യക്തമായിട്ട് നിരാകരിക്കപ്പെടേണ്ടതായിരുന്നു ഈ കാര്യം. ഇന്ന കാര്യം, ഇത് പറയാൻ പാടാത്ത കാര്യം മാറ്റി നിർത്തപ്പെടേണ്ടതാണ്. കാര്യം അങ്ങനെ മാറ്റി നിർത്തപ്പെട്ടുകൊണ്ട് ഒരു കാര്യം ആ സമുദായത്തിലൊന്നും ഒരു സ്വാധീനം അങ്ങേർക്കില്ല. അത് നമ്മുടെ NSL നേതാവിനുമില്ല. അത് CPM ബോധ്യപ്പെട്ടിട്ടുണ്ടോ ദാമോദരപ്രസാദിന്റെ ചോദ്യം? ഇപ്പം ഇന്ന് ഗോവിന്ദ മാസ്റ്റർ വിശദമായി പറയുന്നൊരു കാര്യം, നിങ്ങൾ കൊല്ലം ജില്ലയിലേക്ക് നോക്കൂ. കോർപ്പറേഷനിൽ ഞങ്ങൾക്ക് തിരിച്ചടി നേരിട്ടിട്ടും അവിടെ ബ്ലോക്കിലും ഗ്രാമപഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ഞങ്ങളാണ് മുന്നിൽ. ആലപ്പുഴയിൽ നോക്കൂ എന്നൊക്കെ പറയുന്നു അദ്ദേഹം. ആ ജില്ലകൾ പറയാനുള്ള കാരണം വെള്ളാപ്പള്ളിയെ ഞങ്ങൾ കൂടെ കൊണ്ടു നടക്കുന്നതിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാരണമുണ്ട്, ഞങ്ങളിൽ നിന്ന് പോയ വോട്ടുകൾ തിരിച്ചു പിടിക്കണം എന്നല്ലേ പറഞ്ഞു വരുന്നത്. അതാണ് പറഞ്ഞു വരെ മാത്രം അതാണ് പ്രയോഗത്തിലുണ്ടായിരുന്നത്. ആ തെറ്റിദ്ധാരണയാണ് നിൽക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്. തോമസ് ഐസക്കിൻ്റെ പോസ്റ്റായി ബന്ധപ്പെട്ട ചോദിച്ചത്. അപ്പോൾ അതാണ് ഇടത് ഹിന്ദുത്വം ഫ്രെയിം. അപ്പോൾ ഇവർക്കൊരു ഇതിൻ്റെ ഇടയിൽ കൂടെ മറ്റൊരു വ്യാഖ്യാനം നമ്മുടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കേൾക്കാൻ പറ്റി. 87 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 87 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ പേഴ്സണൽ ലോസിനെ കുറിച്ചും ഷബാനോ കേസിനെ കുറിച്ചും കോടതി വിധിക്ക് വരുന്നതിന് മുമ്പ് CPM നിലപാട് തന്നെയായിരുന്നു. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ അത് വിദഗ്ധമായിട്ട് EMS ഒരുപാട് ഉപയോഗിക്കാൻ പറ്റി. അന്നത്തെ മുന്നണിയുടെ സ്വഭാവം തന്നെ വ്യത്യസ്തമാണ്. കേരള കോൺഗ്രസ് ഇല്ലാതെ പട്ടക്കാരും പള്ളിയും പട്ടക്കാരെയും മാറ്റി നിർത്തിയതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. നമ്മളൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലമാണെങ്കിലും എല്ലാവരും ഓർക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ തെരഞ്ഞെടുപ്പിൽ ഒരു ആസൂത്രണം ഉപയോഗിക്കാൻ പറ്റി. പക്ഷേ അത് കോടതി വിധിയെ ബന്ധപ്പെട്ട് അന്ന് കേന്ദ്രത്തിൽ ഭരിക്കുന്ന രാജീവ് ഗാന്ധിയാണ്. അന്ന് കേന്ദ്രത്തിൽ BJPയോ നരേന്ദ്രമോദിയോ ഒരു ഫാഷിസ്റ്റ് സർക്കാരല്ല ഉള്ളത്. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് ഈ CPM ഈ കാര്യം നിലപെടുക്കുക. ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥ മാറി. ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ കാലാവസ്ഥ CPM തന്നെ വിലയിരുത്തുന്നു. നവ ഫാസിൻ്റെ പ്രവണതകളാണ് CPM തന്നെ വിലയിരുത്തുന്നു. ആ കാലഘട്ടത്തിൽ അപ്പോൾ 87 തിരിച്ചു പോകുന്നത് അസാധ്യമായിട്ടാണ്. അപ്പോൾ 87 എന്നുണ്ടെങ്കിൽ അങ്ങനെ ധ്രുവീകരണം സാധ്യമല്ല. മാത്രമല്ല 87 തിരുവനന്തപുരത്തോടെ ഹിന്ദു മുന്നണി ഉണ്ടായിരുന്നു എന്നാൽ കവിഞ്ഞ് BJP വല്ല ഒരു സാന്നിധ്യമായിരുന്നു കേരളത്തിൽ. അവർക്ക് സംഘടനാ ശക്തി ഉണ്ടായിരുന്നു, അവർക്ക് വോട്ട് മേടിക്കാൻ ശക്തി ഉണ്ടായിരുന്നു, അവർക്ക് കേന്ദ്ര അധികാരം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടം തിരിച്ചു വരില്ല. അപ്പോൾ CPMൻ്റെ തെറ്റായ 87 സങ്കല്പം എന്നുള്ളത് ഇവിടുത്തെ ഏതൊക്കെയോ ആൾക്കാർ എന്തൊക്കെയോ പറഞ്ഞുണ്ടാക്കിയതിൻ്റെ പേരിൽ അത് ഏറ്റുപാടുന്ന കുറേ ന്യായീകരണ തൊഴിലാളികളുണ്ട്. അവരെന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുക. ഒന്നാരും ഹിസ്റ്റോറിക്കലായിട്ടോ ഡാറ്റ ഒന്നും പഠിച്ചിട്ടല്ല പറഞ്ഞത്, എന്തൊക്കെയോ തെറ്റിദ്ധാരണ. എനിക്ക് തോന്നുന്നില്ല KT കുഞ്ഞിനെ ഈ അഭിപ്രായം ഷെയർ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല. കാര്യം ചരിത്രം സൂക്ഷ്മമായി നോക്കുന്ന ഒരു CPM ഒരു ലീഡർഷിപ്പിലെ ആൾക്കും അത് പറയാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ കുറേ തെറ്റിദ്ധാരണ. അപ്പോൾ അതാണ് ഇടത് ഹിന്ദുത്വം പറഞ്ഞിട്ട് ഇവർ കൊണ്ടു നടക്കുന്ന സാധനം. അത് അമ്പേ പാളിപ്പോയി. അത് പാളിപ്പോയി പരാജയം നമ്മുടെ മുഖത്ത് കാണിച്ചതിനും ചെയ്തു. ഇതിനി ഈ സാധനം വർക്ക് ചെയ്യില്ല. ഇനി എങ്ങനെ തള്ളിപ്പറയാൻ തിരുത്തുന്നു പറയാൻ പറ്റില്ല. പക്ഷേ ഇതിന് വേണ്ടിയിട്ടുള്ള ഊടും പാവും നെയ്യാനൊക്കെ ആയിട്ടുള്ള നല്ല ശ്രമം CPM നേതൃത്വം കാണിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നിരന്തരമായിട്ട് UDF-നെ കുറിച്ച്, മുസ്ലിം ലീഗിനെ കുറിച്ചും, വെൽഫെയർ പാർട്ടി SDP എന്ന് ആവർത്തിച്ച് MV ഗോവിന്ദൻ മാഷും പിണറായി വിജയനും ഇലക്ഷൻ തലേദിവസം പറഞ്ഞത്. എന്തുകൊണ്ടങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ട് ആവർത്തിക്കുന്നു വെച്ചാൽ അത് ആവർത്തിച്ചുകൊണ്ട് ഹിന്ദു വോട്ടിനെ ആ നിലയിൽ ധ്രുവീകരിച്ചുകൊണ്ട് ഒരു ഹിന്ദു വോട്ട് അനുകൂലമാക്കിയേക്കുക. അതിൻ്റെ അകത്ത് വേറെ യുക്തി കൂടിയുണ്ട്. അങ്ങനെ പറയുന്ന വഴി UDF-ന് നേതൃത്വം SDPയും വെൽഫെയർ പാർട്ടി മുസ്ലിം നിർണ്ണയിക്കുന്നു പറയുന്ന വഴി എങ്ങാനും വല്ല ഹിന്ദു വോട്ടുകൾ BJP-യിൽ പോയിക്കോട്ടെ. കാര്യം ഫസ്റ്റ് പാസ് ദ പോസ്റ്റാണ്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന് കുറച്ച് വോട്ട് പോയി ഞങ്ങൾക്ക് മുന്നോട്ട് വരാം. അതും പാളിപ്പോയി. അതൊന്നും ഇനി കേരളത്തിൽ ഒരു വില പോകുന്നില്ല. കാര്യം കേരളത്തിലെ വോട്ടർമാർ ഒരേ സമയം തന്നെ മറ്റു രീതിയിലും കൂടി മനസ്സിലാക്കുന്ന ആൾക്കാരാണ്. ആ ഒരു കാര്യം കൂടി. അപ്പോൾ ഈ ഹിന്ദുത്വം എന്ന് പറയുന്ന സാധനത്ത് എങ്ങനെയാണ് സോഫ്റ്റ്വെയർ വർക്ക് ചെയ്തത്? വെള്ളാപ്പള്ളി നടേശൻ്റെ ഇസ്ലാമോഫോബിക് ഇത് മാത്രമല്ല, അതിൻ്റെ അകത്ത് രാഷ്ട്രീയമായിട്ട് വ്യാഖ്യാനം കൊണ്ട് MV ഗോവിന്ദൻ മാഷും പിണറായി വിജയനും ആസൂത്രിതമായി നിരന്തരമായിട്ട് നിങ്ങൾക്കറിയാം വെൽഫെയർ പാർട്ടിയെ ബന്ധപ്പെട്ട് ഉന്നയിച്ചുകൊണ്ടിരുന്ന കാര്യം അതാണ്. വെൽഫെയർ നിരന്തരമായി ജമാഅത്ത് ഇസ്ലാമിയുടെ പേര് ഉന്നയിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. അതിൻ്റെ ഒരു വസ്തുതകളിലേക്ക് ഒന്നും പോവാതെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്.